ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് ഗ്ലോബൽ സെൻറ്റിമെൻറ്റ് വളരെ വീക്കാണ്. ഏഷ്യൻ മാർക്കറ്റുകളിൽ ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റുകളാണ് ഒരു മിക്സഡ് ട്രെൻഡ് പലപ്പോഴും കാണിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ നമ്മൾ അമേരിക്കൻ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഒരു ബ്രോഡ് ബേസ്ഡ് സെൽ ഓഫ് ആണ് ഇന്നലെ അമേരിക്കയിൽ കണ്ടത്. ഒപ്പം S&P 500 വിക്സ് 14.28 ഉയർന്നിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് 12.92 ആയിരുന്നു ഇതും സൂചിപ്പിക്കുന്നത്. ഒരു വൊളാറ്റിലിറ്റിനെ തന്നെയാണ് അമേരിക്കയിൽ. എൻവിഡിയ സ്റ്റോക്ക് മാത്രമാണ് ഇന്നലെ പുതിയ ഓൾ ടൈം ഹൈയിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. $1148.25 പെർ ഷെയർ ആണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള ഓൾ ടൈം ഹൈ ക്ലോസിങ് ഇന്നലെ. അതോടൊപ്പം തന്നെ എൻവിഡിയ ഓൾ ടൈം ഹൈയും ഹിറ്റ് ചെയ്തിരുന്നു. 1154.92 പെർ ഷെയർ ആണ് ഇന്നലെ ഹിറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ. എൻവിഡിയയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $2.82 ട്രില്യൺ ആണ്. അടുത്ത ദിവസങ്ങൾ $3 ട്രില്യൺ ക്രോസ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷൻ ആണുള്ളത്. ഇനി ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ വീക്ക് ക്ലോസിംഗ് ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റികൾ നോക്കുകയാണെങ്കിൽ അലുമിനിയം, അതുപോലെ തന്നെ അയൺ ഓർ ഒഴികെ മറ്റെല്ലാ കമ്മോഡിറ്റികളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഗോൾഡ് ജൂൺ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത് $2330 പെർ ഔൺസിനാണ്. അതോടൊപ്പം തന്നെ കമ്മോഡിറ്റിയിൽ ഇന്നലെ സിൽവർ നല്ല രീതിയിലൊരു മുന്നേറ്റമൊക്കെ കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഇന്ന് സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. $31.62 പെർ ഔൺസിനാണ്. നമ്മൾ സിൽവർ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ 4 മാസം സിൽവറിൻ്റെ ഇമ്പോർട്ട് കഴിഞ്ഞ 2023 കാലണ്ടർ ഇയറിലത്തെ ടോട്ടൽ ക്വാണ്ടിറ്റീനെ സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള കൺസംഷനാണ് വിൻഡ് സോളാർ പവർ രംഗത്ത് നിന്നൊക്കെ സിൽവറിൽ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് സിൽവറിൻ്റെ ഇമ്പോർട്ട് കൂടാനായിട്ട് കാരണമായിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും സിൽവർ പ്രൈസ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലും ഇന്ത്യൻ മാർക്കറ്റിലും മുന്നേറാനുള്ള ചാൻസസ് തന്നെയാണ് കാണുന്നത്. ഇനി നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഇന്ന് 908 കമ്പനികളുടെ റിസൾട്ടുകൾ വരുന്നുണ്ട്. ഇന്നലെ വന്നിട്ടുള്ള റിസൾട്ടുകൾ നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ ക്വിമിൻസ് ഇന്ത്യ, അതുപോലെ തന്നെ ഹെറിറ്റേജ് ഫുഡ്സ്, ബാങ്കോ പ്രൊഡക്ട്സ്, ഈ കമ്പനികളൊക്കെയാണ് എക്സലൻറ്റ് റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ളത്. ടാറ്റ സ്റ്റീലിൻ്റെ റിസൾട്ട് സ്ലൈറ്റ്ലി ബിലോ എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ അത് വലിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കാരണം എക്സെപ്ഷണൽ ലോസാണ് 594.5 കോടി വന്നതിന് ശേഷമാണ് ഈ പ്രോഫിറ്റബിലിറ്റിനെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എക്സ്പെക്റ്റ് ചെയ്ത കാര്യം തന്നെയാണ്. ഹെറിറ്റേജ് ഫുഡ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എക്സലൻറ്റ് റിസൾട്ടാണ് ഹെറിറ്റേജ് ഫുഡ്സിൻ്റെ. ടേൺ അറൗണ്ട് ആണ്. ഇനി ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡു NDA സഖ്യ അധികാരത്തിൽ വരികയാണെങ്കിൽ ഹെറിറ്റേജ് ഫുഡിനെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവാണ്. ഇന്ന് പുതിയ ഒരു ന്യൂ ലിസ്റ്റിംഗ് ഉണ്ട്. ഓഫീസ് സ്പേസ് സൊല്യൂഷൻസ് ആണ്. 383 രൂപയ്ക്കാണ് ഇതിൻ്റെ ഇഷ്യൂ വന്നിരുന്നത്. പ്രീമിയത്തിൽ ലിസ്റ്റ് ചെയ്യുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. S&P സ്റ്റാൻഡേർഡ് ആൻഡ് പൂവേഴ്സ് 10 കൊല്ലത്തിന് ശേഷം ഇന്ത്യനെ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം 6 ബാങ്കുകളെയും കൂടി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. SBI, HDFC, ആക്സിസ് ബാങ്ക്, ICICI ബാങ്ക്, കോട്ടക് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഈ ബാങ്കുകളെയാണ് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. RV 38.1 കോടി രൂപയുടെ ഒരു ഓർഡറും കൂടി RVLന് കിട്ടുകയാണ്. ഒപ്പം നമ്മൾ സംവർദ്ധന മദരസൻ ഇൻ്റർനാഷണൽ നോക്കുകയാണെങ്കിൽ ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുള്ള റിസൾട്ടും ബെസ്റ്റ് റിസൾട്ടാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആ സ്റ്റോക്കിൽ ഒരു പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കണ്ടേക്കാം. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു വൊളാറ്റിലിറ്റി തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. ഇനി എക്സിറ്റ് പോൾ ശനിയാഴ്ച, അതുപോലെ തന്നെ ജൂൺ 4 പാർലമെൻറ്റ് ഇലക്ഷൻ റിസൾട്ടൊക്കെയാണ്. അതുവരെ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റിയാണ് നമ്മൾ മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വളരെ കോഷ്യസ് ആയിട്ട് മാത്രം മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഹൈ റിസ്കി പൊസിഷൻസ് ഒന്നും തന്നെ വേണ്ട. മറിച്ച് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ എലക്ഷൻ റിസൾട്ട് പ്രൂഫാണ്. ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും പ്രശ്നങ്ങളില്ലാത്ത തരത്തിലുള്ള സ്റ്റോക്കുകളാണ്. അത്തരത്തിലുള്ളൊരു സ്റ്റോക്കും കൂടി ഞാൻ ഇന്ന് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യാണ്. കോറാമണ്ടൽ ഇൻ്റർനാഷണൽ ആണ്. ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റേഴ്സിന് വാങ്ങി വയ്ക്കാവുന്ന ഒരു സ്റ്റോക്കാണ് കോറാമണ്ടൽ ഇൻ്റർനാഷണൽ. അവരുടെ ഡ്രോൺ റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വരുന്നതെല്ലാം തന്നെ വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഓരോ താഴ്ചയിലും ഈ സ്റ്റോക്ക് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നത് ഡെലിവറി
ഡെലിവറി ബേസ്ഡ് ക്ലയൻറ്റിനെ സംബന്ധിച്ച് നന്നായിരിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ മിനിഞ്ഞാന്ന് കൊടുത്തിട്ടുള്ള ഓപ്ഷൻ സ്ട്രാറ്റജികളൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് വളരെ പ്രോഫിറ്റബിലിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ ആ പ്രോഫിറ്റബിലിറ്റി കളയാതെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒപ്പം വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.